ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്തു. ലണ്ടൻ ഹീത്രോയിലേക്ക് യാത്രയാവുകയാണ്. അവിടുന്ന് എയർ ഇന്ത്യയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. എയർപോർട്ടിലെത്തി. പിന്നെ അവിടെ നിന്നൊരു വിഷമകരമായ ഒരു യാത്രയായിരുന്നു. പക്ഷേ ഫ്ലൈറ്റിൽ കയറിയാൽ അതെല്ലാം മറക്കും. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കുറച്ച് ലഗേജൊക്കെ അവിടെ വെച്ചിട്ട് എയർപോർട്ടിൽ വെച്ചിട്ട് മറന്നുപോയി. അങ്ങനെ പിന്നെ അത് ക്ലെയിം ചെയ്തു. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവിടുന്ന് മുംബൈയിലെത്തി. എയർ ഇന്ത്യ ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത് കേട്ടോ. പിന്നെ ഉള്ളിലൊരു ചെറിയ ഭയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ यह आपकी सीट बेल्ट है। सीट बेल्ट बांधने के लिए मेटल टिप को बक्के में डालें और स्ट्रैप को खींचकर कस लें। सीट बेल्ट खोलने के लिए फ्लैप उठाएं और सिरों को अलग करें। कैबिन में हवा का दबाव कम होने पर ऊपर बने पैनल से ऑक्सीजन मास्क अपने आप नीचे आ जाएंगे। ऑक्सीजन मास्क को अपनी ओर खींचे, नाक കാഴ്ച കാണുമ്പോൾ എന്തോ ഒരു സന്തോഷവും മനസ്സിന് എന്തൊരു കുളിർമയല്ലേ അല്ലേ. ബൈക്കിൽ യാത്ര ചെയ്യുന്നവർക്കൊക്കെ അറിയാം. ഈ ഒരു പച്ചപ്പും ഈ ബിൽഡിങ്ങുകളും എല്ലാം കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ്. അങ്ങനെ യാത്രയായി. എന്തായാലും നല്ല യാത്രയൊക്കെ ആയിരുന്നു. Welcome to landing stations. എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. സന്തോഷം കൊണ്ട് വയ്യ. ഒരു വർഷത്തിന് ശേഷം ഒരു വർഷമായിട്ടുണ്ട്. കഴിഞ്ഞ നവംബറിലാണ് ഞാൻ തിരിച്ചു വന്നത്. ഓണം അഷ്ടമി അങ്ങനെ ഇതില്ലേ അത്, പിന്നെ നവരാത്രി മഹോത്സവം ഞങ്ങളുടെ എൻ്റെ നാട്ടിലെ പനച്ചിക്കാട് ക്ഷേത്രത്തിൽ ഇപ്രാവശ്യം കുറേ കൂടുതൽ 15 ദിവസത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കൂടാനെത്തി. അവിടെ പോയി അന്നദാനമൊക്കെ കഴിച്ചു. അങ്ങനെയൊക്കെ സന്തോഷമായി. പിന്നെ കുറേ സന്തോഷ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ വോയിസ് ആദ്യമായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് അത്ര ഒരു ഇതില്ല. ഞാൻ എങ്ങനെയാണ് പറയണ്ടേ, എന്താ പറയണ്ടേ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ വിചാരിച്ചു ഈ വീഡിയോ എടുത്തിടണം, നിങ്ങളെയൊക്കെ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കണം. അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വോയിസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി കുറവുകളൊക്കെ ഉണ്ട്, എനിക്കറിയാം. പക്ഷേ എല്ലാവരും ക്ഷമിക്കുമല്ലോ അല്ലേ. എന്തൊക്കെയാണോ പറയുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ നല്ല യാത്രയൊക്കെ ആയിരുന്നു. നല്ല ഫുഡൊക്കെ ആയിരുന്നു. നന്നായിട്ട് ഉറങ്ങി ഫ്ലൈറ്റിൽ. പിന്നെ അങ്ങോട്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും ഹോളിഡേ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയമായിരുന്നു. അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അങ്ങോട്ട്.
ഡൊമസ്റ്റിക്കിലാണ്. അവിടുന്ന് മുംബൈ വന്നിട്ടാണല്ലോ പോകുന്നത്. അതുകൊണ്ട് ഡൊമസ്റ്റിക്കിലായിരുന്നു വന്നത്. അവിടെ ചെന്നിട്ട് പിന്നെ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. നേരെ ലഗേജ് എടുക്കുക, പുറത്ത് പോവുക. മുംബൈയിലായിരുന്നല്ലോ ഇമിഗ്രേഷനും കാര്യങ്ങളും എല്ലാം. അതുകൊണ്ട് എളുപ്പമായിരുന്നു. ബാഗ് കിട്ടുന്ന സമയം മാത്രമേ താമസിച്ചുള്ളൂ. പിന്നെ അങ്ങനെ എയർപോർട്ടിലെത്തി. അപ്പം അവിടെ എൻ്റെ ലോസ്റ്റായ സാധനങ്ങളുടെയൊക്കെ ഒരു ക്ലെയിമൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. അപ്പോൾ അതിനിപ്പോൾ ഉടനെ കിട്ടും. അത് നമ്മളതിന് കുറച്ച് പൈസ അവിടെ അടയ്ക്കേണ്ടിയും കൂടെ വരും. അവരുടെ ഒരു ഫീസുണ്ട്, അതും കൂടെ അടയ്ക്കണം. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ് കൊച്ചിയിൽ. അപ്പം ഇനി എല്ലാവരും അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. ആ ഒരു സന്തോഷത്തിലാണ്. എത്തി. ഞാനവിടെ ചെന്നപ്പോൾ എൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ എന്നെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് കാറിൽ യാത്രയായി. എൻ്റെ 2 മക്കളും കൊച്ചുമോനും ഒക്കെ ഉണ്ടായിരുന്നു എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഹാപ്പിയായിരുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള നമ്മുടെ നാട്ടിലേക്കുള്ള ഓരോ യാത്രകളും കാര്യങ്ങളും ഒക്കെ ഓരോ കാഴ്ചകളൊക്കെയാണ്. Or 20 kicks to flaunt your oracle swagger. From one to nearest band store for hundreds of styles. സന്തോഷത്തിൽ ഞാൻ ഇരിക്കുകയാണ്. ഇടയ്ക്ക് ഹോട്ടലിലൊക്കെ കയറി, നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കയറി കോഫി. എനിക്ക് നാട്ടിൽ ചെന്നാൽ പിന്നെ അതാണ്, എനിക്കൊരു കോഫി കുടിക്കണം. അതാണ് ഭയങ്കര ഒരു അത്യാവശ്യം. അങ്ങനെ കടകളിലൊക്കെ കയറി കോഫിയൊക്കെ കുടിച്ചു. അങ്ങനെ യാത്രയായി. ഇതൊക്കെ എവിടെയാ സ്ഥലമൊന്നും പോലും എനിക്കറിയില്ല. കോട്ടയം എത്തിയോ? നമ്മുടെ കോട്ടയാണ് കേട്ടോ. കോട്ടയം മുളങ്കുഴയോ ആ ഭാഗം എങ്ങാണ്ടൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ലുലു മാള്, കോട്ടയത്ത് പുതിയ ലുലു മാളൊക്കെ ഇല്ലേ? Center Square Mall presents Onam Reloaded. August 22 മുതൽ സെപ്റ്റംബർ 7 വരെ 999 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്യുമ്പോൾ മാസ്റ്റർ പ്രൈസായി EVM Honda നൽകും QC1 ഇതാണ് കോട്ടയൻ്റെ കാര്യം. എനിക്ക് സ്ഥലമൊന്നും ഒരു നിശ്ചയവും ഇല്ല. ശരിക്കും പറഞ്ഞാൽ സ്ഥലമൊക്കെ എവിടെ എന്താ ഏതാണെന്നൊന്നും എനിക്കൊരു നിശ്ചയമില്ല. എല്ലാം ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നു നാട്ടിൽ. ഒത്തിരി പുതിയ ബിൽഡിങ്ങുകളും ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം എനിക്ക് അത്ര വലിയ നിശ്ചയമില്ലാത്ത പോലെ. ഇതൊക്കെ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. കോട്ടയം എത്തിയില്ല കേട്ടോ. ഇത് കോട്ടയമാണെന്നായിരിക്കും തോന്നുന്നത്. ഇത് കോട്ടയം. അയ്യോ അല്ല, ഇതും അല്ല. സോറി കേട്ടോ. എനിക്കറിയത്തില്ല. ഈരാറ്റുപേട്ടയോ അങ്ങനെ എങ്ങനെയൊക്കെയോ സ്ഥലങ്ങളൊക്കെയാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല കാഴ്ചകൾ, നല്ല പള്ളികൾ, അമ്പലങ്ങൾ ഒക്കെ കണ്ടു കേട്ടോ. ഇതേ കുറേ നല്ല പള്ളികളൊക്കെ ഉണ്ട് പോകുന്ന വഴി. ബോറടിക്കുന്നുണ്ടാവും വീട്ടിൽ വർത്താനം അല്ലേ? അതാ ഏറ്റുമാനൂരമ്പലം. അവിടെയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോവാണ്. എനിക്കിനിയിപ്പോൾ വീട്ടിലൊന്ന് എത്തിയാൽ മതി എന്നുള്ള ചിന്തയിലാണ് ഞാനിരിക്കുന്നത്.
കാരിത്താസ്. ഞാൻ AK ഷാജി, മൈജിയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. ഏവർക്കും മൈജി സാംസങ് ഫോൺ സദ്യയിലേക്ക് സ്വാഗതം. സാംസങ് സ്മാർട്ട് ഫോണുകൾക്ക് മൈജി 12,000 രൂപ. പറയുന്നതൊക്കെ തെറ്റുണ്ടായിരിക്കും കേട്ടോ, സ്ഥലങ്ങളെ പറ്റിയുള്ള എനിക്ക് ഒരു നിശ്ചയവും ഇല്ല. അതുകൊണ്ടാണ്. എന്നാലും ഏകദേശം ഏറ്റുമാനൂരമ്പലമൊക്കെ കണ്ടപ്പോൾ എനിക്കറിയായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കടകളിലൊക്കെ ഒന്ന് നിർത്തി വെള്ളമൊക്കെ കുടിച്ച് ഇതാ നാഗമ്പടം. അവിടുത്തെ ഒരു റൗണ്ട് ബോട്ട് പോലെ ഒരു സാധനം കെട്ടിയിട്ടുണ്ടല്ലോ, അതൊക്കെ കണ്ടോ. നിങ്ങളുടെ അടുക്കളയിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇനി മൈജി ഫ്യൂച്ചറിൽ നിന്ന് വാങ്ങാം. ഒത്തിരി യാത്രകളൊന്നും ചെയ്യാനോ ഒന്നും പറ്റിയില്ല. പിന്നെ ഓണം, മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കേരളത്തിൽ ശ്രീകൃഷ്ണ ജയന്തി, നവരാത്രി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടാനൊക്കെ പറ്റി. വീണൽ അലുമിനിയം സ്റ്റോർ ടി.കെ. റോഡ് തിരുവല്ല. ഇത് നോട്ട് എണ്ണൽ മെഷീൻ. ഇതുപോലെ വേഗത്തിൽ നോട്ട് എണ്ണാൻ അറിയുമെങ്കിൽ നേരെ ചെട്ടിക്കുളങ്ങര സമയം കിട്ടിയില്ല ഇപ്രാവശ്യത്തെ ഒക്ടോബർ 3 തീയതി രാവിലെ 11 മണിക്ക് പോകും. ഹോസ്പിറ്റലിലൊക്കെ പോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ലുലു മാളൊക്കെ. അങ്ങനെ നമ്മൾ കോട്ടയം ടൗണിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അവിടെ അടുത്ത് എനിക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അല്ല, എനിക്കല്ല, ലുലു മാളുണ്ട്. പിന്നെ ഒരു ടൈലറിങ് ഷോപ്പ് ഉണ്ടായിരുന്നു എൻ്റെ സിസ്റ്ററിന്. അവിടെയൊക്കെ ഒന്ന് കയറി. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വീട്ടിലെത്തി ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് സന്തോഷത്തിലായിരുന്നു. അതുകൊണ്ട് വീഡിയോസൊക്കെ എടുക്കുന്ന കാര്യമേ മറന്നുപോയി. അങ്ങനെ അതാ നമ്മൾ അവളുടെ കടയുടെ അവിടെ എത്തിയിട്ടുണ്ട്. ഇത്രയും വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്, എന്നോട് ക്ഷമിക്കണം കേട്ടോ. എല്ലാവരും വീഡിയോ എന്നാലും കയറി കാണണം. ഓക്കെ, താങ്ക് യു സോ